പഴമയുടെ ആചാരവിശ്വാസങ്ങൾ ഇന്നും നിലനിൽക്കുന്ന തളിപ്പറമ്പിലെ പെരിഞ്ചല്ലൂരിന്റെ മണ്ണിൽ നീണ്ട 29 വർഷത്തിനു ശേഷം അപൂർവ വിസ്മയത്തിനാണ് വിശ്വാസികൾ സാക്ഷിയാകുന്നത്. ഇടവലത്ത് പുടയൂർ മനയുടെ തിരുമുറ്റത്ത് മലയറാട്ടിന് തുടക്കം കുറിച്ചുകൊണ്ട് ഉത്തര കേരളത്തിൽ വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഉച്ചബലി തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടി. ദേഹത്തുണ്ടാക്കിയ മുറിവുകളിൽ നിന്ന് വാർന്നൊഴുകുന്ന രക്തവുമായി കരാഗണങ്ങൾക്കൊപ്പം ഉറഞ്ഞാടുന്ന തെയ്യക്കോലങ്ങളുടെ ഐതിഹ്യമറിയാം. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ മന്ത്രശാലകൾ എന്നറിയപ്പെടുന്ന മന്ത്രമൂർത്തി ഉപാസനയുള്ള 10 നമ്പൂതിരി ഇല്ലങ്ങളിൽ മാത്രം നടക്കുന്ന അത്യപൂർവമായ ഉപാസനയാണ് മലയറാട്ട്. ഈ ഇല്ലങ്ങളുടെ അകത്തളങ്ങളിൽ മന്ത്രസ്വരൂപത്തിൽ ആരാധിച്ചു വരുന്ന മന്ത്രമൂർത്തികളെ കോലസ്വരൂപത്തിൽ തെയ്യം കെട്ടിയടിക്കുന്ന പ്രാധാന്യമേറിയ ഒരു മാന്ത്രിക ഉപാസനയാണിത്. 29 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇടവലത്ത് പുടയൂർ മനയുടെ തിരുമുറ്റത്ത് മന്ത്രമൂർത്തികൾ ഉറഞ്ഞാടുന്നത്. പ്രപഞ്ചശക്തികളെ തൃപ്തിപ്പെടുത്താൻ പകൽ വെളിച്ചത്തിൽ നടക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഉച്ചബലിയോടെയാണ് ഈ മാന്ത്രിക അനുഷ്ഠാനത്തിന് തുടക്കമായത്. ഉത്തര കേരളത്തിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന തെയ്യക്കോലമാണ് ഉച്ചബലി. വളരെ വിഷമമേറിയ ഒരു കോലം കൂടിയാണിത്. പ്രധാനമായും വലിയ തറവാടുകളിലും ഇല്ലങ്ങളിലും മാത്രം കാണാൻ കഴിയുന്ന ഈ തെയ്യത്തിന് നട്ടുച്ച നേരത്ത് കെട്ടിയാടിക്കപ്പെടുന്നത് കൊണ്ടാണ് ഉച്ചബലി എന്ന പേര് വന്നത്. മലയറാട്ട് നടത്തുന്ന തറവാടിനെ ബാധിച്ച ബാധോച്ചാടനത്തിനും ശത്രു നിവാരണത്തിനും ശേഷം തന്റെ ഉപാസനാ ദേവതയെ പ്രീതിപ്പെടുത്തുന്നതിനായി നരബലിയെ സങ്കല്പിച്ച് കൈത്തണ്ടയിൽ നിന്ന് മുറിവുണ്ടാക്കി രക്തം ചൊരിയുന്നു. ഇതോടെ ഉച്ചബലി തെയ്യങ്ങൾ രൗദ്രഭാവത്തിൽ ഉറഞ്ഞാടി. ഉച്ചബലിക്കൊപ്പമായി കരാഗണങ്ങൾ എന്ന വികൃതി കോലങ്ങളും കെട്ടിയാടി. നരബലിക്ക് ഊണിനെത്തുന്ന നരഭോജികളാണത്രേ കരാഗണങ്ങൾ എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ഉച്ചബലി നടത്തുന്നയാൾ ദിവസങ്ങൾക്ക് മുൻപേ വ്രതമിരിക്കണം. നിശ്ചിത സമയത്ത് അയാളുടെ കൈമുട്ടിന് മേലെയും താഴെയും തെങ്ങിൻ പാന്തം കൊണ്ട് വിരിഞ്ഞു കെട്ടിയ ശേഷം രക്തം സന്ധിയിൽ തുടിച്ചു നിൽക്കുമ്പോൾ നേരിയ എഴുത്താണി കൊണ്ട് രക്തക്കുഴലിൽ കുത്തുന്നു. രക്തം ധാരമുറിയാതെ ഉയരത്തിൽ തെറിക്കുന്നതോടൊപ്പം രൗദ്ര നൃത്തമാടുന്നു. കരിക്കള് തന്നെ നിങ്ങൾ ഗുണങ്ങളൊക്കെയും എടുത്ത് വടക്കം ചെയ്തിരിക്കുന്നതാകുന്ന അനുഭവം കർമ്മം കഴിഞ്ഞാൽ അവിടെ കിടക്കുകയും കോടി വസ്ത്രം പുതപ്പിച്ച് എടുത്തുകൊണ്ടു പോവുകയും ചെയ്യുന്നു. ഇത് അയാളുടെ മരണത്തെ സൂചിപ്പിക്കുന്നു. ഇതോടെയാണ് ഉച്ചബലി പൂർണ്ണമാകുന്നത്. ചരിത്രവും ആചാരവും വിശ്വാസവും ഒരുമിക്കുന്ന ഈ ഉപാസന ഒരു നാടിന്റെ തന്നെ പെരുമ വിളിച്ചോതുന്നതാണ്.